മലയാളം സംസാരിക്കുന്ന ഒരു ബീഹാറിനെ കണ്ടാലോ? നമ്മളിപ്പോൾ ഉള്ളത് ബീഹാറിലെ ഒരു കുഗ്രാമത്തിലാണ്. നമുക്കിന്നൊരു സ്പെഷ്യൽ ദാവത്തുണ്ട് ഒരു വീട്ടിലേക്ക്. അപ്പോൾ അത് ബാക്കി വിശേഷങ്ങൾ അവിടെ വെച്ച് കാണാം. നമ്മൾ ഷിക്കാവത്തോട്ടോ, ഷിക്കാവത്തിൻ്റെ പേർക്കാണ് നമ്മളിന്ന് വന്നത്. ബീഹാറിലെ മലയാളം സംസാരിക്കുന്ന ഒരു ഷിക്കാവത്ത്. മലയാളം അറിയില്ലേ? മലയാളത്തിലൊരു വ്ളോഗ് തുടങ്ങാൻ പോവാണ് നമ്മള്. ഷിക്കാവത്ത്, ഷിക്കാവത്തിനെ കണ്ണൂർ എന്താ വിളിക്കല്? രാജു എന്ന് വിളിക്കല്. 4 വർഷമായി നമ്മള് ഷിക്കാവത്ത് കണ്ണൂർ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. കണ്ണൂർ പഴയങ്ങാടിയുള്ള മനോജേട്ടന്റെ ബൈക്ക് വർക്ക്ഷോപ്പിലാണ് ഷിക്കാവത്തിന്റെ ജോലി. ബുള്ളറ്റ് അടക്കം ഏത് ബൈക്കും ആയിക്കോട്ടെ നമ്മളെ ചെക്കന് A to Z പണികൾ അറിയട്ടാ. അതുകൊണ്ട് തന്നെ ഡിമാൻഡുള്ള പണിക്കാരനാണ്. ലീവിന് വന്ന് നമ്മളെ ചെക്കന് മനോജേട്ടൻ തീരെ സൗകര്യം കൊടുക്കുന്നില്ല എന്നാ പറഞ്ഞത്. പക്ഷെ പറയാതെ വയ്യ, മനോജേട്ടന്റെ ഷോപ്പിൽ വെക്കുന്നതിൽ നമ്മളെ ചെക്കൻ സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. അത്യാവശ്യം മോശമില്ലാത്ത വേതനം കൊടുക്കുന്നതോടൊപ്പം തന്നെ മൂപ്പര് നല്ലൊരു പാവം മനുഷ്യനാണെന്ന് പറഞ്ഞത്. വീട് പുറത്തുനിന്നാണ് ചെറുതാണെങ്കിലും റൂമുകളും മുറ്റമൊക്കെ നല്ല വിശാലത ഉള്ളതാണ്. ഈ കാണുന്നതാണ് ഷിക്കാവത്തിന്റെ ബ്രദേഴ്സും അബ്ബയും. ഈ ഒരു ചെറിയ വീട്ടിൽ ഈ കുടുംബം വളരെ സന്തുഷ്ടരാണ്. ആരോടും പരാതികളില്ല, പരിഭവങ്ങളില്ല. നമ്മൾ കയറി വന്നപ്പോൾ തന്നെ നല്ല ചായയും കടികളൊക്കെ തന്ന് നമ്മളെ സൽക്കരിച്ചു. ഇവിടുത്തെ ചായൻ്റെ ടേസ്റ്റ് വേറെ തന്നെ കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ബീഫ് കറിയും ചപ്പാത്തിയും ചോറൊക്കെ ആയിട്ട് കൊണ്ടുവന്നു. ഷിക്കാവത്തിന് നാട്ടിലൊരു പെണ്ണ് വേണം അല്ലേ? കേരളത്തിൽ നിന്ന് കെട്ടാനാണ് ഷിക്കാവത്തിന്റെ ആഗ്രഹം. അപ്പൊ ഇൻഷാ അല്ലാ ഷിക്കാവത്തിന് അവിടെ തന്നെ ഒരു പെണ്ണ് ഇട്ടട്ടെ. ചക്കൻ നാളെ വന്നിട്ടൊക്കെ. തൽക്കാലം അവരോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞു. ഗ്രാമീണ കാഴ്ചകൾ അവസാനിക്കുന്നില്ല. ഫിർ മിലേംഗെ.